ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 12-ാം അധ്യായം. മൈത്രേയ ഉവാച. ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യ വൈശസാദവേദമന്യും ഭഗവാൻ ധനേശ്വരഃ തത്രാഗതശ്ചാരണയക്ഷകിന്നരൈഃ സംസ്തൂയമാനോऽഭ്യവദത്കൃതാഞ്ജലിം. മനുവിൻ്റെ ഉപദേശത്താൽ ക്രോധം ശമിച്ച് ഗൂഹ്യകന്മാരെ വധിക്കുന്നതായ ക്രൂരപ്രവൃത്തിയെ നിർത്തി എന്ന വിവരം ചാരന്മാരിൽ നിന്നറിഞ്ഞ ഭഗവാൻ കുബേരൻ ഭഗവത് പ്രസാദം ലഭിച്ചിരിക്കുന്നവൻ ധ്രുവൻ എന്നുള്ള ബഹുമാനത്താൽ അവനിൽ ക്രോധിക്കാതെ ചാരണ യക്ഷ കിന്നരന്മാരാൽ സ്തുതിക്കപ്പെട്ടും കൊണ്ട് ധ്രുവനുള്ള സ്ഥലത്തേക്ക് വന്നു. കുബേര ദർശനത്താൽ വിനീതഭാവത്തെ അവലംബിച്ച് അഞ്ജലി ചെയ്തു നിൽക്കുന്ന അവനോട് പ്രീതിപൂർവം പറഞ്ഞു. ധനത ഉവാച. ഭോ ഭോ ക്ഷത്രിയദായാദ പരിതുഷ്ടോസ്മിതേനഗ യസ്ത്വം പിതാമഹാദേശാദ്വൈരം ദുസ്ത്യജമത്യജഃ. കുബേരൻ പറഞ്ഞു, ഹേ ക്ഷത്രിയ ബാലക, ദോഷരഹിത, ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു. കാരണം പിതാമഹൻ്റെ ഉപദേശത്തെ അംഗീകരിച്ച് ദുസ്ത്യജമായ വൈരം നീ ഉപേക്ഷിച്ചുവല്ലോ. ക്ഷത്രിയന്മാർക്ക് വൈരത്തെ ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രയാസമുള്ള സംഗതിയാകുന്നു. ന ഭവാൻ അവധി യക്ഷാൻ ന യക്ഷാഭ്രാതരം തവ കാലയേവ ഹി ഭൂതാനം പ്രഭുരപ്യയഭാവയോഃ. യക്ഷന്മാരെ ഭവാൻ വധിച്ചില്ല, ഭവാന്റെ സഹോദരനെ യക്ഷന്മാരും വധിച്ചില്ല. പ്രാണികളുടെ ജനന മരണങ്ങളുടെ മുഖ്യ കർത്തൃത്വം കാലസ്വരൂപനായ ഈശ്വരനിൽ ഇരിക്കുന്നു. ബാഹ്യകാരണം നിമിത്തമാത്രം. അഹം ത്വമിത്യപാർത്ഥ ധീരജ്ഞാനാത് പുരുഷസ്യ ഹി സ്വാപ്നി വാ ഭാതൃതധ്യാനാത് യയാ ബന്ധവിപര്യോ. ആത്മാവിനെ അറിയാത്തതുകൊണ്ട് സ്വദേഹത്തിൽ ഞാനെന്നും അന്യശരീരത്തിൽ നീയെന്നും വ്യവഹാരം നടക്കുന്നു. അത് മിഥ്യയാകുന്നു. ആത്മാവല്ലാത്തതായ ദേഹത്തിൻ്റെ നിരന്തര ധ്യാനമാണ് ഈ ഭാവത്തിനു കാരണം. ഇതുനിമിത്തം ജീവൻ ജന്മമരണാദി ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഈ ഭാവത്തിൽ നിന്നുണർന്ന ആത്മാവിനെ അറിയുമ്പോൾ മുക്തനായി എന്നും വിചാരിക്കുന്നു. നിദ്രാദോഷത്താൽ സ്വപ്നദർശന നിമിത്തം അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്ക് കാരണമായിരിക്കുന്ന പദാർത്ഥ ദർശനം നിദ്രയിൽ നിന്നുണർന്നപ്പോൾ മിഥ്യയാണെന്നറിയുന്നതുപോലെ ജ്ഞാനമുണ്ടാകുമ്പോൾ ബന്ധമോക്ഷങ്ങൾ കാരണമായി ഭവിച്ച ശരീരാഭിമാനം മിഥ്യാരൂപമായിരുന്നു എന്നറിയും. തദ്ഗച്ഛദ്ധ്രുവം ഭദ്രം തേ ഭഗവന്തമദോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാംഗ്രീം അഭവായ ഭവച്ഛിദം യുക്തം വിരഹിതം ശക്ത്യാ ഗുണമയ്യാത്മമായയാ. ഹേ ധ്രുവ, രാജാവായിരിക്കുന്ന നീ രാജ്യത്തെ ഭരിക്കുന്നതായ അധികാരത്തിൽ ഇരിക്കുന്നവനായതുകൊണ്ട് ഗൃഹത്തിൽ പ്രവേശിച്ച് സ്വപ്രവൃത്തിയെ ഭഗവത് പ്രീത്യർത്ഥം സമർപ്പിച്ച് ഭഗവാനെ ഭജിക്കുക. സാക്ഷാൽ പരമാത്മാവായ ആനന്ദവിഗ്രഹൻ ലൗകികങ്ങളായ പദാർത്ഥങ്ങളെ മാത്രം അറിവാൻ ശക്തിയുള്ള ബുദ്ധിക്ക് വിഷയമല്ല. നിർവികാരനായതിനാൽ ബുദ്ധിക്ക് പ്രവേശം ലഭിക്കുകയുമില്ല. ഭക്തന്മാരെ അനുഗ്രഹിപ്പാനായിട്ട് സ്ഥൂലമായ ശരീരത്തെ ഭഗവാൻ സ്വീകരിച്ചിട്ടുണ്ട്. സർവഭൂതങ്ങളും ഭഗവത് സ്വരൂപം തന്നെ. അതിലെല്ലാം ആത്മാവായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഭജിപ്പാൻ യോഗ്യങ്ങളായ പാദപത്മങ്ങളോടുകൂടിയ ആ സ്ഥൂലരൂപത്തെ ഭജിക്കുന്നവരുടെ ജന്മമരണങ്ങളെ നശിപ്പിച്ച് പരമാനന്ദപ്രാപ്തിരൂപമായ മോക്ഷത്തെ നൽകുന്നതിനായി സ്വശക്തിയായ മായയോട് ചേർന്നും ചേരാതെയുമിരിക്കുന്ന അചിന്ത്യ മഹിമാവായ ആ ഭഗവാനെ നിരന്തരം ഭജിച്ചുകൊള്ളുക. വൃണീഹി കാമം നൃപയൻ മനോഗതം മത്തസ്തമൗത്താനപദേ വിശങ്കിതഃ വരം വരാഹോംബുജനാപപാദയോരനന്തരം ത്വാം വയമംഗശുശ്രുമ. ഉത്താനപാദപുത്രനായ ഹേ രാജൻ, യക്ഷവധം ചെയ്തുപോയല്ലോ എന്നുള്ള സങ്കോചം കൂടാതെ അഭീഷ്ടവരത്തെ എന്നിൽ നിന്ന് വരിച്ചുകൊള്ളുക. നീ വരം സ്വീകരിപ്പാൻ അർഹനാകുന്നു. എന്തുകൊണ്ടെന്നാൽ സാക്ഷാൽ ശ്രീ മുകുന്ദൻ്റെ പാദപത്മങ്ങളുടെ സമീപത്തിൽ ഇരിക്കുന്നവൻ നീയെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. ശ്രീ മുകുന്ദഭക്തനായ നിനക്ക് വരം തരുന്നതിനാൽ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കും. അതിനാൽ നിനക്ക് വരം നൽകുന്നതിൽ ഞാൻ സന്തോഷമുള്ളവൻ എന്നറിഞ്ഞുകൊള്ളുക. മൈത്രേയ ഉവാച. സരാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതിഃ ഹരൗസ്സവവ്രേ ചലിതാം സ്മൃതിം യയാ തരത്യയത്നേന ദുരത്യയം തമഃ.
മൈത്രേയർ പറഞ്ഞു. കുബേരനാൽ അഭീഷ്ടവരം വരിപ്പാനായി പ്രേരിപ്പിക്കപ്പെട്ട ധ്രുവൻ മഹാബുദ്ധിമാനും മഹാഭക്തനുമായതുകൊണ്ട് അന്യോവായത്താൽ കടക്കാൻ കഴിയാത്തതായ അജ്ഞാനത്തെ നിഷ്പ്രയാസം കടക്കുവാൻ സഹായിക്കുന്നതായ ഹരിഭക്തിക്ക് ഇളക്കം കൂടാതെ ഇരിപ്പാൻ അനുഗ്രഹിക്കണമെന്നപേക്ഷിച്ചു. തസ്യ പ്രീതേന മനസാ താം ദത്വൈഡവിടസ്തതഃ പശ്യതോന്തർദധേ സോബി സ്വപുരം പ്രത്യപദ്യത. ഇടവിടയുടെ പുത്രനായ കുബേരൻ പ്രീതിപൂർവം ധ്രുവന് അചഞ്ചലമായ ഹരിഭക്തി ഭവിക്കട്ടെ എന്നുള്ള വരം കൊടുത്ത ശേഷം അവൻ നോക്കിയിരിക്കെ അവിടെ നിന്നു മറഞ്ഞു. ധ്രുവനും സ്വരാജധാനിയെ പ്രാപിച്ചു. അദായജതയത്നേശം ക്രതുഭിർഭൂരിദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനാം സർവകർമ്മബലപ്രദം. അതിൽ പിന്നെ ധ്രുവൻ ദേഹേന്ദ്രിയ മനോവ്യാപാരങ്ങളുടെ ബലങ്ങളെ നൽകുന്ന ഈശ്വരനെ യാഗങ്ങൾ കൊണ്ട് ആരാധിച്ചു. ആ യാഗങ്ങളിൽ ഏർപ്പെട്ടിരുന്ന കർമ്മകർത്താക്കന്മാർക്ക് വിധിപ്രകാരമുള്ള ദക്ഷിണകളേക്കാൾ അധികം നൽകി അവരെ തൃപ്തിപ്പെടുത്തി. സർവാത്മന്നച്യുതേ സർവേ തീവ്രൗഗാം ഭക്തിമുദ്വഹൻ ദദർശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും. ഭഗവത് അർപ്പണബുദ്ധ്യാ ചെയ്ത കർമ്മം നിമിത്തം ശുദ്ധാന്തകരണനായതുകൊണ്ട് സർവഭൂതങ്ങളിൽ ആത്മസ്വരൂപനായും പരിപൂർണനുമായിരിക്കുന്ന ഭഗവാനിൽ നിരന്തരമായ ഭക്തിയുണ്ടായി. തന്നിലും ഭൂതങ്ങളിലും ആത്മാവായിരിക്കുന്ന ഭഗവാനെ തന്നെ സർവത്ര ദർശിച്ചു. തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപ്താരം ധർമ്മസേതൂനാം മേനിരേ പിതരം പ്രജാഹ. ഇപ്രകാരം ഭഗവത് ഭക്തിയും ബ്രാഹ്മണഭക്തിയും ദീനരിൽ കരുണയും വർണ്ണാശ്രമാദി മര്യാദകളെ തെറ്റാതെ രക്ഷിപ്പാനുള്ള ശക്തിയും തികഞ്ഞിരിക്കുന്ന മഹാരാജാവായ ധ്രുവനെ പ്രജകൾ അവരുടെ പിതാവെന്നു തന്നെ വിചാരിച്ചു വന്നു. ഷട്ത്രിംശദ്വർഷസാഹസ്രം ശശാസക്ഷിതിമണ്ഡലം ഭോഗൈ പുണ്യക്ഷയം കുർവൻ അഭോഗൈരശുഭക്ഷയം. ശബ്ദസ്പർശ രസരൂപാദി ഭോഗങ്ങളെ ധർമ്മത്തിന് വിരോധം വരാത്ത വിധത്തിൽ അനുഭവിച്ചതുകൊണ്ട് പുണ്യകർമ്മത്തെയും വ്രതോപവാസാദികൾ കൊണ്ട് പാപകർമ്മത്തെയും ക്ഷയിപ്പിച്ചുകൊണ്ട് ധ്രുവൻ 36,000 വർഷം ഭൂമണ്ഡലത്തെ രക്ഷിച്ചു. ഏവം ബഹുസവം കാലം മഹാത്മാ വിജലേന്ദ്രിയഃ ത്രിവർഗൗവൈകം നീത്വാ പുത്രയാദാൻ നൃപാസനം. ഉദാരമനസ്സും അടക്കിയ ഇന്ദ്രിയങ്ങളും ഉള്ള ധ്രുവൻ ധർമാർത്ഥ കാമങ്ങളെന്ന 3 പുരുഷാർത്ഥങ്ങളെ സാധിച്ചുകൊണ്ട് ബഹുസംവത്സരം കാലം കഴിച്ചപ്പോൾ മഹാന്മാരുടെ ഉപദേശത്തിൻ്റെയും ഭഗവത് ഭക്തിയുടെയും ഫലമായിട്ട് വിഷയങ്ങളിൽ വിരക്തി വന്ന് ധർമാസനത്തെ പുത്രനായ വത്സരനു നൽകി. മന്യമാന ഇദം വിശ്വം മായാരചിതമാത്മനി അവിദ്യാരചിത സ്വപ്നഗന്ധർവനഗരോപമം. ഈശ്വരമായയാൽ ആത്മാവാകുന്ന അധിഷ്ഠാനത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കാണപ്പെടുന്ന സർവവും അജ്ഞാനത്താൽ നിർമ്മിക്കപ്പെട്ട സ്വപ്നനഗരമെന്ന പോലെ വിലസിതൻ തന്നെ എന്നുള്ള ഉറപ്പുണ്ടായതിനാൽ രാജ്യത്തിൽ നിന്ന് വിരക്തനായിട്ട് രാജ്യം പുത്രന് നൽകി. ആത്മസ്ത്രപത്യ സുഹൃദോ ബലമൃദ്ധകോശമന്തഃപുരം പരിവിഹാര ഭുവശ്ചരമ്യാഹ ഭൂമണ്ഡലം ജലതി മേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സപ്രയയോ വിശാലം. രാജ്യാധികാരം പുത്രങ്കൽ സമർപ്പിച്ച ശേഷം വിരക്തിയോടുകൂടെ രാജ്യത്തിൽ തന്നെ വസിക്കുന്ന പക്ഷം പിന്നെയും അതിൽ ആസക്തി വന്നുകൂടുന്നില്ല. അതിനാൽ ഇവിടെ തന്നെ ഇരിക്കുന്നത് അനർത്ഥമായി വരാമെന്ന് കരുതി പുറപ്പെട്ടു പോയി എന്ന് കാണിക്കുകയാണ്. സ്വശരീരം, സ്വഭാര്യ, സ്വസന്താനം, സുഹൃജനം, സൈന്യം, അമിതമായ ഭണ്ഡാരം, അന്തഃപുരം, വിനോദസ്ഥാനങ്ങളായ ഉദ്യാനങ്ങൾ, സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമണ്ഡലം ഇവയെല്ലാം കാലത്താൽ സ്പർശിക്കപ്പെട്ടവയാകയാൽ നശിക്കുന്നവ തന്നെ എന്നുള്ള ബോധത്താൽ അവയിൽ അഹന്താമമതാരൂപമായ ബന്ധത്തെ വെടിഞ്ഞ് പ്രാരബ്ധശേഷത്തെ കഴിച്ചുകൂട്ടുവാനായി ബദരികാശ്രമം പ്രാപിച്ചു. തസ്യാം വിശുദ്ധകരണ ശിവവാർവിഹാഹ്യ ബദ്വാസനം ജിതമരുന്മനസാഹൃദാക്ഷഃ സ്ഥൂലേ ദദാര ഭഗവത് പ്രതിരൂപയേതധ്യായം സ്തദവ്യവഹിതോ വിസൃജസമാധൗ. അവിടെയുള്ള അളകനന്ദ എന്ന നദിയിലെ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു. ഇന്ദ്രിയങ്ങളെയും അന്ധഃകരണത്തെയും വിശുദ്ധങ്ങളാക്കി വെച്ചു. ആസനബന്ധം ചെയ്തു. പ്രാണവായുവിനെ ജയിച്ചതുകൊണ്ട് തദ്വാര മനസ്സിനെയും സ്വാധീനമാക്കി. ശ്രോത്രാദികളായ ഇന്ദ്രിയങ്ങളെ ശബ്ദാദി വിഷയങ്ങളിൽ പ്രവേശിക്കാതെ നിരോധിച്ചു. ലോകാകാരമായിരിക്കുന്ന ഭഗവാന്റെ സ്ഥൂലരൂപത്തിൽ വിരാട് രൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു. അഭ്യാസബലത്താൽ ത്രിപുടിയുടെ നാശം സംഭവിച്ചതിനാൽ സ്ഥൂലധ്യാനത്തെ വെടിഞ്ഞു. സമാധിസ്ഥിതനായിട്ട് ധാതൃധ്യാനധ്യേയ പ്രതീതിയില്ലാതെ സ്വാത്മമാത്രനായിരുന്നു.
ഭക്തിം ഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദബാഷ്പകലയാ മുഹുരർദ്യമാനഃ വിക്ലിദ്യമാനഹൃദയപുളകാഞ്ചിതാംഗോ ആത്മാനമസ്മരത സാവിധിമുക്തലിംഗഃ. സംസാരക്ലേശങ്ങളെ മൂലത്തോടുകൂടെ ഹരിക്കുന്ന ഭഗവാനിൽ നിരന്തര ഭക്തി എന്ന ചിത്തവൃത്തിയെ വഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ആനന്ദസ്ഫുരണം നിമിത്തം ബാഷ്പധാരയെയും ഹൃദയത്തിൽ ആർദ്രതയും ശരീരത്തിൽ രോമാഞ്ചവും അടിക്കടി ഉത്ഭവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അനുഭവപ്പെട്ട ആത്മാനന്ദത്തിൽ നിമഗ്നനായതിനാൽ ഞാൻ ധ്രുവൻ എന്നുള്ള ശരീരഭാവനയിൽ നിന്ന് മുക്തനായി അപരിച്ഛിന്നമായ ആത്മാനന്ദത്തിൽ പരിച്ഛിന്നമായിരുന്ന ജീവകല ലയത്തെ പ്രാപിച്ചപ്പോൾ രണ്ടെന്ന ഭാവം നശിച്ച് ആനന്ദമാത്രനായിരുന്നു. ഈ നിലയ്ക്ക് ജീവൻ മുക്തി എന്നാണ് പേർ. സദദർശ വിമാനാഗ്രം നഭസോവതരധ്രുവഃ വിഭ്രാജയദ്ദശദിശോ രാഗാപതിമിവോദിതം. അപ്രകാരം സമാധിസ്ഥനായിരിക്കുന്ന ധ്രുവൻ 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ആകാശത്തിൽ നിന്നിറങ്ങി വരുന്ന ഉത്കൃഷ്ടമായ വിമാനം കണ്ടു. തത്രാനുദേവ പ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണാംബുജേക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാസസൗ കിരീടഹാരാംഗദചാരുകുണ്ടലൗ. വിമാനദർശനാനന്തരം അതിലിരിക്കുന്ന ഉത്കൃഷ്ടന്മാരായ 2 ദേവന്മാരെ കണ്ടു. അവരുടെ ആകൃതി കൊണ്ട് വിഷ്ണു പാർഷദന്മാരായ സുനന്ദനന്ദന്മാരാണെന്നും അറിഞ്ഞു. 4 കൈകളും ശ്യാമള നിറവും ശോഭന വസ്ത്രവും കിരീടം, ഹാരം, തോൾവള, മനോജ്ഞ കുണ്ടലങ്ങൾ എന്നീ ആഭരണങ്ങളും ഗദയും ധരിച്ച് വിമാനത്തിലിരിക്കുന്ന ആ ദേവപ്രവരന്മാരുടെ നേത്രങ്ങൾ ചെന്താമരദളം പോലെ പ്രസന്നമധുരങ്ങളായിരുന്നു. പ്രായം കൊണ്ടവർ കിശോരന്മാരുമായിരുന്നു. വിജ്ഞായ താവുത്തമകായ കിങ്കരാവഭ്യുത്തിതസാദ്വസവിസ്മൃതക്രമഃ നനാമനാമാനി ഗൃണൻ മധുദ്ദിഷഃ പാർഷത്പ്രധാന വിധിസംഹതാഞ്ജലിഃ. അവരെ കണ്ട ഉടനെ ഭഗവാന്റെ കിങ്കരന്മാരാണെന്നറിഞ്ഞ ഉടനെ എഴുന്നേറ്റു നിന്നു. സംഭ്രമത്താൽ പൂജാക്രമം മറന്നുപോയി. ഭഗവത് പാർഷദന്മാരെ എന്നവരുടെ നാമധേയങ്ങളെ ഉച്ചരിച്ചുകൊണ്ട് കൈകളെ ശിരസിൽ വെച്ച് ഭൂമിയിൽ വീണ് നമസ്കരിച്ചു. തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസം ബന്ധാഞ്ജലിം പ്രസ്രൈനമ്രകന്ധരം സുനന്ദനന്ദാവുപസൃത്യ സസ്മിതം പ്രത്യൂജതു പുഷ്കരനാഭസമ്മതൗ. ശ്രീകൃഷ്ണ പാദാരവിന്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചും അഞ്ജലിബന്ധം ചെയ്തും വിനയത്താൽ തലതാഴ്ത്തിയും നിൽക്കുന്ന ധ്രുവൻ്റെ അരികത്തു ചെന്നിട്ട് ശ്രീ പത്മനാഭസ്വാമിക്ക് സമ്മതന്മാരായിരിക്കുന്ന സുനന്ദനന്ദന്മാർ മന്ദഹാസപൂർവം മറുപടി പറഞ്ഞു. സുനന്ദനന്ദാമോവചതു. ഭോ രാജൻ സുഭദ്രം ദേവാജം നോ വഹിത ശൃണു യപഞ്ചവർഷസ്തപസാ ഭവാൻ ദേവപദീ തൃപത് തസ്യാഖില ജഗദ്ധാതുരാവാം ദേവസ്യ ശാർഗിണഃ പാർഷദാവിഹ സംപ്രാപ്തോ നേതും ത്വാം ഭഗവത്പദം. സുനന്ദനന്ദന്മാർ പറഞ്ഞു, ഹേ രാജാവേ, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഞങ്ങൾ പറയുന്നതിനെ മനസ്സിരുത്തി കേൾക്കുക. അങ്ങ് 5 വയസ്സായിരുന്ന കാലത്തിൽ തപസ് ചെയ്തു യാതൊരു ദേവനെ സന്തോഷിപ്പിച്ചുവോ? സകല ലോകനാഥനും ശാർംഗപാണിയുമായിരിക്കുന്ന ആ ദേവൻ്റെ പാർഷദന്മാരായ ഞങ്ങൾ 2 പേർ അങ്ങയെ ഭഗവത് സന്നിധിയെ പ്രാപിപ്പിക്കുവാൻ വന്നവരാകുന്നു. സുദുർജയം വിഷ്ണുപദം ജിതം ത്വയാ യസ്സൂരയോ പ്രാപ്യ വിചക്ഷതേ പരം ആതിഷ്ഠ തച്ചന്ദ്രദിവാകരാദയോ ഗർഹക്ഷതാര പരിയന്തി ദക്ഷിണം. അന്യന്മാരാൽ സാധിപ്പാൻ കഴിയാത്തതായ ശ്രീ വിഷ്ണുവിൻ്റെ സ്ഥാനം നിന്നാൽ സ്വാധീനമാക്കപ്പെട്ടു. അവിടെ ചെന്ന് വസിച്ചുകൊള്ളുക. സപ്തർഷികൾ ആ സ്ഥാനത്തിൻ്റെ അധോഭാഗത്തിൽ വസിച്ചിട്ടതിനെ കേവലം നോക്കുന്നു. സൂര്യാദികളായ നവഗ്രഹങ്ങളും അശ്വിന്യാദികളായ 27 നക്ഷത്രങ്ങളും മറ്റുള്ള താരകങ്ങളും ആ സ്ഥാനത്തെ പ്രദക്ഷിണം ചെയ്തു സഞ്ചരിക്കുന്നു. അനാസ്ഥിതം തേ പിതൃഭിരന്യൈരഭ്യംഗകർഹ്യജിത് ആതിഷ്ഠ ജഗതാം വന്ദ്യം തദ്വിഷ്ണോ പരമം പദം. നിന്റെ പൂർവ്വപിതാക്കന്മാരാകട്ടെ മറ്റന്യന്മാരാകട്ടെ ആ സ്ഥാനത്തെ പ്രാപിച്ചവരല്ല. ലോകങ്ങളിൽ വെച്ച് പൂജ്യവും വിഷ്ണുവിൻ്റെ പരമപദവുമായ ആ സ്ഥാനത്തിൽ നീ വസിച്ചുകൊള്ളുക. ഏതദ്ദിമാനപ്രവരമുത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മൻ അതിരോടും ത്വമർഹസി. ഹേ ആയുഷ്മൻ, ഭഗവാൻ തന്നെ അയച്ചിരിക്കുന്ന ഈ ഉത്തമ വിമാനത്തിൽ കയറുവാൻ നീ യോഗ്യനാകുന്നു. ഈ ശരീരത്തോടുകൂടെ വിമാനാരോഹണം ഭഗവത് കാരുണ്യത്താൽ അങ്ങേക്ക് സാധിച്ചിരിക്കുന്നു. മൈത്രേയ ഉവാച. നിശമ്യ വൈകുണ്ഠനിയോജമുഖ്യയോർ
മധുച്യുതം വാചമുരുക്രമപ്രിയ കൃത്യാഭിഷേകകൃതനിത്യമംഗളോ മുനിൻ പ്രണമ്യാശിഷമഭ്യവാദയത്. മൈത്രേയർ പറഞ്ഞു, ഭഗവാന്റെ പാർഷദ മുഖ്യന്മാരായ സുനന്ദ നന്ദന്മാർ പറഞ്ഞതായ അമൃതം ഒഴുകുന്നതുപോലെ മധുരമായ വാക്കിനെ കേട്ടുടനെ വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് ചെയ്യേണ്ടതായ കർമ്മങ്ങളെ ധ്രുവൻ നിവർത്തിച്ചു. അളകനന്ദയിൽ ചെന്ന് സ്നാനം ചെയ്തു, നിത്യകർമ്മങ്ങളെ അനുഷ്ഠിച്ചു, സിന്ദൂരാദി മംഗള വസ്തുക്കളെ ധരിച്ച് മുനികളെ നമസ്കരിച്ചു, അവരിൽ നിന്ന് അനുഗ്രഹം വാങ്ങി. പരീത്യാഭ്യർച്ചതിഷ്ണാഗ്ര്യം പാർഷദാവിവന്ദ്യജ ഇയേഷ തദധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരണ്മയം. ഉത്തമമായ വിമാനത്തെ പ്രദക്ഷിണാദികൾ ചെയ്തു പൂജിച്ചു. വിഷ്ണു പാർഷദന്മാരെ വന്ദിച്ചു. അതിൽ കയറുവാൻ ഭാവിച്ചു. അപ്പോൾ ധ്രുവശരീരം സ്വർണമയമായി ഭവിച്ചു. പൂർവ്വ ശരീരം തന്നെ തേജോമയവും വിമാനസ്ഥിതി യോഗ്യവുമായി. തതോത്താനപദപുത്രോ ദദർശാന്തകമാഗതം മൃത്യോർമൂർധനി പദം ദത്വാ ആരുരോഹാത്ഭുതം ഗൃഹം. അപ്പോൾ അന്തകൻ വന്നെത്തിയതായി ധ്രുവൻ കണ്ടു. അന്തകൻ്റെ ശിരസിൽ ചവിട്ടിക്കൊണ്ട് ആ അദ്ഭുത വിമാനത്തിൽ കയറി മൃത്യുവിനെ ജയിച്ച് പുനർജന്മമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ചു. തഥാ ദുന്ദുഭയോ നേതുർമൃദംഗപണവാദയഃ ഗന്ധർവമുഖ്യ പ്രജഗുഹു പേതുകുസുമവൃഷ്ടയഃ. വിമാനാരോഹണ സമയത്തിൽ ദേവന്മാർ ദുന്ദുവികൾ, മൃദംഗം, പണവം മുതലായ വാദ്യങ്ങളെ മുഴക്കി. ഗന്ധർവശ്രേഷ്ഠന്മാർ പാട്ടുപാടി. ദേവന്മാർ പുഷ്പവർഷം ചെയ്തു. സജ സ്വർലോകമാരോക്ഷ്യൻ സുനീതിം ജനനീം ധ്രുവഃ അന്വസ്മരതകം ഹിത്വാ ദീനാം യാസ്യേ ത്രിവിഷ്ടഭം. എൻ്റെ വിയോഗത്തിൽ ദുഃഖിക്കുന്ന അമ്മയായ സുനീതിയെ ഉപേക്ഷിച്ചിട്ട് ദുഷ്പ്രവേശസ്ഥാനമായ സ്വർഗത്തെ ഞാൻ എങ്ങനെ പ്രാപിക്കുമെന്നുള്ള വിചാരം സ്വർഗത്തിലേക്ക് പോവാൻ ഭാവിച്ച സമയം ധ്രുവനുണ്ടായി. ഇതിവ്യവസിതം തസ്യ വ്യവസായ സുരോത്തമോ ദർശയാമാസു ദുർദേവീം പുരോയാനേന ഗച്ഛതീം. അവൻ്റെ ഈ വിചാരമറിഞ്ഞ പാർഷദ മുഖ്യന്മാർ വിമാനത്തിലിരുന്ന് മുൻഭാഗത്തുകൂടെ സഞ്ചരിക്കുന്ന സുനീതി ദേവിയെ അവന് കാട്ടിക്കൊടുത്തു. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർ സങ്കല്പിക്കുന്നതെല്ലാം അപ്പോൾ തന്നെ സാധിക്കും. സാധിപ്പാൻ അർഹതയില്ലാത്ത സങ്കല്പം അവർക്കുണ്ടാകയില്ല. തത്ര തത്ര പ്രശംസദ്ഭിഃ പതിവൈമാനികൈ സുരൈഃ അവകീര്യമാണോ ദദൃശേ കുസുമൈക്രമശോഗ്രഹാൻ. അവിടെവിടെ മാർഗമധ്യത്തിൽ വിമാനങ്ങളിൽ ഇരിക്കുന്ന ദേവന്മാർ ധ്രുവൻ്റെ ഭാഗ്യത്തെപ്പറ്റി പ്രശംസിക്കുകയും പുഷ്പം വർഷിക്കുകയും ചെയ്തു. ആ വിധം സഞ്ചരിച്ചു മേൽപോട്ടു പോകുന്ന അവൻ ക്രമേണ സൂര്യാദി ഗ്രഹങ്ങളെ കണ്ടു. ത്രിലോകീം ദേവയാനേന സോദിവ്രജ്യ മുനീനബി പരസ്താദ്യധ്രുവഗതിർ വിഷ്ണോ പദമതാഭ്യഗാത്. ഇളക്കമില്ലാത്ത സ്ഥാനത്തിലേക്ക് പോകുന്ന ധ്രുവൻ വിമാനത്തിൽ കൂടെ ത്രിലോകത്തെയും സപ്തർഷികളെയും സൂര്യാദി ഗ്രഹങ്ങളെയും കടന്നിട്ട് അതിനെല്ലാം മീതെയിരിക്കുന്ന വിഷ്ണുപദത്തെ സുഖമായി പ്രാപിച്ചു. യദ്ഭ്രാജമാനം സ്വരുജൈവ സർവതോ ലോകാസ്ത്രയോ ഹ്യനു വിഭ്രാജന്തയേതേ എന്നാവ്രജൻ ജന്തുഷു യേനനുഗ്രഹ വ്രജന്തി ഭദ്രാണി ചരന്തി തേ നിശം. ഏതൊന്ന് സൂര്യാദി ഗ്രഹങ്ങളുടെ ശോഭയെ അപേക്ഷിക്കാതെ സ്വപ്രഭയാൽ തന്നെ സർവഭാഗത്തും പ്രകാശമുള്ളതായിരിക്കുന്നുവോ, 3 ലോകങ്ങളും ഏതൊന്നിൻ്റെ പ്രഭയെ ആശ്രയിച്ചിട്ട് പ്രകാശമുള്ളതായിരിക്കുന്നുവോ, പ്രാണികളിൽ കാരുണ്യമില്ലാത്തവർക്ക് യാതൊന്നിനെ പ്രാപിപ്പാൻ സാധിക്കയില്ലയോ, പ്രാണികൾക്ക് ഹിതകർമ്മങ്ങളെ ആചരിക്കുന്നവർ യാതൊന്നിനെ പ്രാപിക്കുന്നുവോ, ആ ലോകത്തെ ധ്രുവൻ ഗമിച്ചു. ശാന്താ സമദൃശുദ്ധാഃ സർവഭൂതാനുരഞ്ജനാഃ യാന്ത്യഞ്ജസാച്യുതപദം അച്യുതപ്രിയബാന്ധവാഃ. ശ്രീ വിഷ്ണുവിനെ തന്നെ പ്രിയ ബന്ധുവായിട്ട് വിചാരിക്കുന്നവരും സ്വപ്രവൃത്തികളാൽ സർവഭൂതങ്ങളെ സന്തോഷിപ്പിക്കുന്നവരും രാഗാദി മാലിന്യം അറ്റിരിക്കുന്നവരും എല്ലാവരിലും സമനായി വസിക്കുന്ന ഭഗവാനെ കാണുന്നവരും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കിയിരിക്കുന്നവരും ഏതൊരു ലോകത്തെ പ്രാപിക്കുമോ ആ ലോകത്തെ ധ്രുവൻ പ്രാപിച്ചു. ഇത്യുത്ഥാനപദപുത്രോ ധ്രുവകൃഷ്ണപരായണഃ അഭൂത്രയാണാം ലോകാനാം ചൂടാമണിരിവാമലഃ. ഇപ്രകാരം അവൻ ത്രിലോകങ്ങളുടെ ഉപരിഷ്ടമായ ലോകത്തെ പ്രാപിച്ച് 3 ലോകങ്ങളുടെയും കിരീടമെന്ന പോലെ ശോഭിച്ചു. അതിന് പ്രധാനമായ കാരണം ശ്രീകൃഷ്ണനെ പരമാശ്രയമായിട്ട് കരുതിയതിനാലുണ്ടായ അന്ധക്കരണ പരിശുദ്ധിയും തന്നിമിത്തമുണ്ടായ ഭക്തിയുമാകുന്നു. ഗംഭീരവേഗോ നിമിഷം ജ്യോതിഷാം ചക്രമാഹിതം യസ്മിൻ ഭ്രമതി കൗരവ്യ മേഢ്യാമിവ ഗവാം ഗണഃ.
ഹേ കുരുകുല ശ്രേഷ്ഠ, കെട്ടുന്ന കുറ്റിയിൽ ബന്ധിച്ചിരിക്കുന്ന അതിവേഗമുള്ള അനേകം കാളകളെന്ന പോലെ യാതൊന്നിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് ഏതുകാലത്തും ക്ഷീണിക്കാതെ വേഗത്തോടുകൂടെ ജ്യോതിചക്രം ചുറ്റിത്തിരിയുന്നുവോ ആ സ്ഥാനത്തെ പ്രാപിച്ചു. മഹിമാനം വിലോക്യാസ്യ നാരദോ ഭഗവാൻ ഋഷി ആദോദ്യം വിദുതൻ ശ്ലോകാൻ സത്രേഗായത് പ്രചേതസാം. ധ്രുവൻ്റെ ഭക്തിനിമിത്തമുണ്ടായ മഹിമയെ കണ്ടിട്ട് പ്രചേതസ്സുകൾ എന്ന രാജാക്കന്മാർ ആരംഭിച്ച സത്രത്തിൽ പ്രവേശിച്ച ഭഗവത് കൃപാപാത്രമായ ശ്രീ നാരദ മഹർഷി വീണയെ മീട്ടിയും കൊണ്ട് ഈ ശ്ലോകങ്ങളെ വായിച്ചു. നാരദ ഉവാച: നൂനം സുനീതേ പതിദേവതായ സ്തവപ്രഭാവസ്യ സുതസ്യ താം ഗതിം ദൃഷ്ട്യാവ്യുപായാൻ അഭിവേദവാദിനോ നൈവാദിഗന്ധും പ്രഭവന്തി കിം നൃപാഹ. സുനീതിയുടെ പാതിവ്രത്യ മഹിമ കൊണ്ടാണ് അവന് ഇത്രത്തോളം തപപ്രഭാവവും തൽബലമായ ഉന്നത പദപ്രാപ്തിയും ഉണ്ടായത് നിശ്ചയം. വേദം നന്നായി അറിഞ്ഞവർ അനുഷ്ഠാന മാർഗങ്ങളെ പരിശോധിച്ചിട്ടും ധ്രുവഗതിയെ പ്രാപിപ്പാൻ ഉപകരിക്കുന്ന ഉപായം അറിയുന്നില്ല നിശ്ചയം. രാജാക്കന്മാർക്ക് ആ സ്ഥാനം പ്രാപിപ്പാൻ സാധിക്കുന്നതല്ലെന്ന് വേറെ പറയണമോ? യപഞ്ചവർഷോ ഗുരുതാരവാക്ഷരേർ ഭിന്നേന യാദോ ഹൃദയേന ദൂയത വനം മദാദേശകരോജിതം പ്രഭും ജിഗായ തദ്ഭക്തഗുണൈ പരാജിതം. യാതൊരു ധ്രുവൻ 5 വയസ്സു മാത്രം പ്രായമായിരിക്കുമ്പോൾ തന്നെ അസാധാരണ ബുദ്ധിശക്തിയെ പ്രകാശിപ്പിച്ചിരുന്നു. എങ്ങനെയെന്നാൽ അച്ഛൻ്റെ പ്രിയപത്നിയായ സുരുചിയുടെ വാക്കുകൾ ശരങ്ങളെന്ന പോലെ അവൻ്റെ ഹൃദയത്തെ തപിപ്പിച്ചു. ആ ദുഃഖം നിമിത്തം ആ ചെറുപ്രായത്തിൽ വനം പ്രവേശിച്ച് കഠിന തപസ്സു ചെയ്തു. മധ്യേമാർഗം ഞാൻ അവനെ കാണുകയും ഭഗവത് ഭജനക്രമത്തെ ഉപദേശിക്കുകയും ചെയ്തതനുസരിച്ച് ഭജിച്ചു. ആരാലും ജയിക്കപ്പെടുവാൻ കഴിയുകയില്ലെങ്കിലും സ്വഭക്തന്മാരുടെ ഗുണങ്ങളാൽ ജയിക്കപ്പെടുവാൻ കഴിയുന്ന ഭഗവാനെ ആ ബാലകൻ പ്രസാദിപ്പിച്ചു. യക്ഷത്രബന്ധുർഭുവിതസ്യാതിരൂഢ മന്വാരുരുക്ഷേദവിവർഷപൂഗൈഃ ഷഡ്പഞ്ചവർഷോ യദഹോഭിരൽപൈഃ പ്രസാദ്യ വൈകുണ്ഠമവാപ തത്പദം. 5-6 വയസ്സു പ്രായമുള്ള അവൻ അല്പങ്ങളായ ദിവസങ്ങളിൽ ചെയ്ത ഉഗ്രതപസ്സിനാൽ ഭഗവാനെ പ്രസാദിപ്പിച്ചിട്ട് ഭഗവത് പാദത്തെ പ്രാപിച്ചു. ആ സ്ഥാനത്തെ ബഹുവർഷം കൊണ്ട് ക്രമത്തിൽ പ്രാപിക്കാമെന്നുള്ള ആഗ്രഹം പോലും ഭൂമിയിൽ മറ്റൊരു ക്ഷത്രിയനുണ്ടായില്ല. ഇതേ ക്ഷത്രിയന്മാർക്ക് ആഗ്രഹിപ്പാൻ കൂടി കഴിയാത്തതായ ഉന്നതപദം പ്രാപിച്ചിരിക്കുന്നു ധ്രുവൻ. മൈത്രേയ ഉവാച: ഏതത്തേ വിഹിതം സർവം യത് പൃഷ്ടോഹമിഹ ത്വയാ ധ്രുവസ്യ ഉദ്ധാമയശസ്സഹ ചരിതം സമ്മതം സദാം. മൈത്രേയർ പറഞ്ഞു: ഹേ വിതുര, യാതൊന്നിനെക്കുറിച്ച് അങ്ങെന്നോട് ചോദിച്ചുവോ? മഹാകീർത്തിമാനായ ധ്രുവൻ്റെ സത്തുക്കൾക്ക് സമ്മതമായിരിക്കുന്ന ആ ചരിത്രം അങ്ങയോട് ഞാൻ പറഞ്ഞു. ധന്യം യശസ്യമായുഷ്യം പുണ്യം സ്വസ്ത്യയനം മഹത് സ്വർഗ്യം ദ്രവ്യം സൗമനസ്യം പ്രശസ്യമകമർഷണം. വിസ്തൃതമായിരിക്കുന്ന ഈ ധ്രുവചരിതം അഭീഷ്ടസാധകമാകുന്നു. ധനത്തെയും കീർത്തിയെയും ദീർഘായുസ്സിനെയും പുണ്യത്തെയും മംഗളത്തെയും സ്വർഗപ്രാപ്തിയെയും മനഃശുദ്ധിയെയും സാധിപ്പിക്കുന്നതും പ്രശംസായോഗ്യവും പാപഹരവുമാകുന്നു. ശ്രുത്വൈതശ്രദ്ധയാ ഭീഷ്ണം അച്യുതപ്രിയചേഷ്ടിതം ഭവേൽ ഭക്തിർഭഗവതി യയാ സ്യാത് ക്ലേശ സംശയഃ. നിഷ്കാമന്മാർ ശ്രവിക്കുന്നതുകൊണ്ടുള്ള ബലം പറയുകയാണ്. ഭഗവാന്റെ പ്രിയഭക്തനായ ധ്രുവൻ്റെ ചരിത്രം ശ്രദ്ധയോടുകൂടെ പല പ്രാവശ്യം കേൾക്കുന്നതുകൊണ്ട് ഭഗവത് ഭക്തി ഉണ്ടാകും. ആ ഭക്തിയാൽ സകല ക്ലേശങ്ങളും ക്ഷയിക്കും. മഹത്വമിച്ഛതാം തീർത്ഥം ശ്രോതുശീലാദയോ ഗുണാഃ യത്ര തേജസ്വിദിച്ഛൂനാം മനോയത്ര മനസ്സിനാം. മഹത്വം ആഗ്രഹിക്കുന്നവർക്ക് അതിനെ സാധിപ്പിക്കുന്നതായ പരിശുദ്ധ തീർത്ഥമാണ് ഈ ചരിതം. കേൾക്കുന്നവർക്കും പഠിക്കുന്നവർക്കും സൗശീല്യാദി ഗുണങ്ങളും തേജസ്സിന് ആഗ്രഹമുള്ളവർക്ക് അതും ലോകത്തിൽ നിന്ന് സൽക്കാരം ഇച്ഛിക്കുന്നവർക്ക് അതും ഇതിൽ നിന്നു സിദ്ധിക്കും. പ്രയതകീർത്തയേത് പ്രാതഃ സമവായേ ദ്വിജന്മനാം സായം ച പുണ്യശ്ലോകസ്യ ധ്രുവസ്യ ചരിതം മഹത്. പുണ്യശ്ലോകനായ ധ്രുവൻ്റെ മഹത്തായ ചരിതം സായങ്കാലത്തിലും പ്രാതകാലത്തിലും ശുദ്ധഭക്തിയോടുകൂടി ബ്രാഹ്മണസഭയിൽ കീർത്തിക്കണം. പൗർണമാസ്യാം സിനീവാല്യാം ദ്വാദശ്യാം ശ്രവണേദവ ദിനക്ഷയേ വ്യദീപാദേ സംക്രമേർക്കദിനേപിവ. പൗർണമാസിയിലും കൃഷ്ണചതുർദശിയിലും ദ്വാദശിയിലും തിരുവോണനാളിലും വാവ് അവസാനിക്കുന്ന ദിവസത്തിലും
വ്യതിപാതം, സംക്രമം, രവിവാരം ഈ ദിവസങ്ങളിലും ധ്രുവചരിത കീർത്തന ശ്രവണം മഹാബലപ്രദമാകുന്നു. ശ്രാവയേ ശ്രദ്ധദാനാനാം തീർത്ഥപാദപദാശ്രയ നേച്ചം സ്തത്രാത്മനാത്മാനം സന്തുഷ്ടൈതി സിദ്ധ്യതി. ഭഗവാന്റെ പാദത്തെ സർവദാ ആശ്രയിക്കുന്ന ഭക്തൻ കേൾപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രതിഫലം കാക്ഷിക്കാതെ തന്നെ ഇതിനെ കേൾപ്പിക്കണം. ആത്മാവിൽ തന്നെ ആത്മാവിന് സന്തോഷം സിദ്ധിക്കുന്നുവെന്നുറച്ച് സന്തുഷ്ടനായിരിക്കുന്നവന് ഭഗവത് പ്രസാദം സിദ്ധിക്കുന്നു. ജ്ഞാനമജ്ഞാത തത്വായ യോ ദദ്യ സത്പദേ മൃതം കൃപാലോർദീനനാദസ്യ ദേവാസ്തസ്യാനുഗൃഹ്ണതേ. ഭഗവാനെ പ്രാപിക്കേണ്ടത് ഏതുവിധം എന്നറിയാതിരിക്കുന്ന ഒരുവന് മോക്ഷപ്രാപകമായ ആ മാർഗത്തെ യാതൊരുവൻ കാട്ടിക്കൊടുക്കുന്നുവോ ദുഃഖിതന്മാരിൽ കരുണയോടുകൂടിയ അവനെ ദേവന്മാർ അനുഗ്രഹിക്കുന്നു. ഇദം മയാ തേ വിഹിതം കുരുദ്വഹ ധ്രുവസ്യ വിഖ്യാത വിശുദ്ധകർമ്മണഃ ഹിത്വാർഭഗ ക്രീഡനകാനി മാ ദുർഗൃഹം ച വിഷ്ണും ശരണം യോജഗാമ. ഹേ കുരുശ്രേഷ്ഠ, യാതൊരു ബാലകൻ ക്രീഡയിലും മാതാവിലും ആസക്തനായിരിക്കാൻ തക്കതായ പ്രായത്തിൽ കളിക്കോപ്പുകളെയും മാതൃഭവനത്തെയും ഉപേക്ഷിച്ച് ശ്രീവിഷ്ണുവിനെ ശരണം പ്രാപിച്ചുവോ പ്രസിദ്ധിയും പരിശുദ്ധിയുമേർന്ന ആ പ്രവൃത്തി ചെയ്ത ധ്രുവൻ്റെ ഈ ചരിതം ഞാൻ അങ്ങയോട് പറഞ്ഞു. 12-ാമത്തെ അധ്യായം സമാപിച്ചു. 13-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.